Hi everyone, welcome to BioClass. This is Reshma with you. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് HSST ജൂനിയർ ബോട്ടണി എക്സാമിനേഷൻ, അതായത് കഴിഞ്ഞ തവണ നടന്ന എക്സാം ഉണ്ട് അല്ലെ. എപ്പോഴാണ്? 2022 ഓഗസ്റ്റ് 4 നടന്നതാണ്. കാറ്റഗറി നമ്പർ 292 ബാർ 2020 ആണ്. ഓക്കെ, ആ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ്. ഇൻ പൈനസ് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺ ഒക്കേഴ്സ് ഓൺ, ഏതിലാണ് കാണുന്നത്? മെയിൽ ആൻഡ് ഫീമെയിൽ കോൺ ഏതിലാണ് കാണുന്നത്? ഇൻ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദ സെയിം പ്ലാന്റ്. അപ്പൊ നമുക്ക് ആ ഒരു ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ് ബ്രാഞ്ചസ് വരുന്നത്? ഇതൊക്കെയാണ് ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ലോങ് ഷൂട്ട്സ് ആൻഡ് ഡ്വാർഫ് ഷൂട്ട്സ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പൈനസിന്റെ കേസിലാണ് നമ്മൾ ഈ അൺലിമിറ്റഡ് ആൻഡ് ലിമിറ്റഡ് ബ്രാഞ്ചസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഈ ഒരു ഫിഗറിൽ ഏതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ലോങ് ഷൂട്ടും ഡ്വാർഫ് ഷൂട്ടും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നതിനല്ലേ ലെങ്ത്, അതല്ലേ ലോങ് ആവുന്ന, ലെങ്ത് കൂടുതലാവുന്നത്. അപ്പോ ലോങ് ഷൂട്ട് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. ആ അൺലിമിറ്റഡ് ഗ്രോത്ത് ഏതിലാണോ അതിലാണ് നമുക്ക് മെയിൽ കോൺസും ഫീമെയിൽ കോൺസും ഒക്കെ കാണുന്നത്. ഈ പൈനസ് കാണിച്ചിരിക്കുന്നുണ്ട്. ഇതില് എന്തൊക്കെയാണ്? രണ്ട് ഫീമെയിൽ കോൺസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഫീമെയിൽ കോൺ, ഒരു കോൺ ഇതാണ്, വേറൊന്ന് ഇതാണ് അല്ലെ. ഇത് 1 ഇയർ ഓൾഡ് ആയിട്ടുള്ള കോണാണ്. ഇത് എത്രയാണ്? ഇത് ഏകദേശം ഒരു 2 ഇയർ ഓൾഡ് ആയിട്ട് വരുന്ന കോണാണ്. ഓക്കെ, അപ്പോ ഈ കോൺസിന്റെ കേസിൽ അവരിയ്ക്കുന്ന ബ്രാഞ്ച് ഏതിന്റെ മുകളിലാണോ ഇതുള്ളത് അതാണ് ലോങ് ഷൂട്ട് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിൽ അപ്പിക്കൽ ബഡ്സ് ഉണ്ട്, അതിൽ സ്കെയിലി ലീവ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അതേ സമയത്ത് ഈ കോൺസോ അപ്പിക്കൽ ബഡ്സോ ഒന്നുമില്ലാത്ത കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. അതാണ് ലിമിറ്റഡ് ഗ്രോത്ത്, ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയും. ഡ്വാർഫ് ബ്രാഞ്ചസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അത് ഏതൊക്കെയാണ്? ഇവിടെ കാണുന്നില്ലേ, 1, 2 and 3. ഓക്കെ, 3 ഡ്വാർഫ് ബ്രാഞ്ചസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദീസ് ആർ കോമൺലി നോൺ as what? ബ്രാക്കിപ്ലാസ്. ഓക്കെ, എന്താണ് ഇവർ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? ബ്രാക്കിപ്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് നമുക്ക് 2 ടൈപ്പ് ലീവ്സ് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് സ്കെയിലി ലീവ്സ് ആണ്, കാണുന്നില്ലേ? സ്കെയിലി ലീവ്സും ഉണ്ട്. അതേ സമയത്ത് എന്താണ്? ആൻജിയോസ്പേംസിന്റെ കേസിലുള്ളതുപോലെ ഫ്ലോറിംഗ് പ്ലാന്റ്സിന്റെ പോലെ ഫോളിയേജ് ലീവ്സും ഇവർക്ക് കാണാം. ഓക്കെ, നമുക്ക് HSST ബോട്ടണി സുവോളജി കോഴ്സ് ലോഞ്ച് ചെയ്ത് ആഴ്ചയിൽ 4 ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. PYQ ഡിസ്കഷൻസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, റാങ്ക് ഫയൽസ് ഉണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ടെസ്റ്റ് സീരീസ് ആണ്. ഓരോ ആഴ്ചയും എടുത്തതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് പോകുന്നുണ്ട്. ഓൾ ഇൻ ഓൾ ആയിട്ട് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഞങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The pollination in cycas is carried out by the agency of. ആരാണ് പോളിനേറ്റർ? സൈക്കാസിലെ പോളിനേറ്റർ ആരായിരിക്കും? സൈക്കസിലും പൈനസിലും ഒരേ പോളിനേറ്റേഴ്സ് ആണ് കേട്ടോ. ആരാണ്? വിൻഡ് ആണ്. ആരാണ്? വിൻഡ്. ഓക്കെ, അപ്പൊ സൈക്കസിന്റെയും പൈനസിന്റെയും കേസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു സ്പോർസിനെ ഒക്കെ ഭയങ്കര, ആ ഒരു പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ അത് വിൻഡ് കൊണ്ടായിരിക്കുമല്ലോ പോളിനേഷൻ നടക്കുന്നത്. പിന്നെ അവര് നോൺ സ്റ്റിക്കി ആണ്. അതുകൊണ്ട് ആനിമൽസിന്റെ ബോഡിയിലൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല. കാറ്റിൽ ഇങ്ങനെ പറന്നു പോകാനേ പറ്റും. ചില പോളൻ ഗ്രെയിൻസിന് എന്തുണ്ട്? വിങ്സ് കാണാൻ വേണ്ടി പറ്റും. എന്താണ് പ്രത്യേകത? വിങ്സ്. നമ്മൾ ഇതിനെന്താ പറയാ? കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നതെങ്കിൽ നമ്മളൊരു പേര് പറയാറുണ്ട്. ഏതാണ്? അനിമോഫിലി അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും പോളൻ ഗ്രെയിൻസ് എന്താണ്? അനിമോഫിലസ് ആയിട്ടുള്ളതാണ്, നോൺ സ്റ്റിക്കി ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏത് കോണായിരിക്കും ഈ പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈക്രോസ്പോസ് അല്ലെ. മൈക്രോസ്പോസ് ഉണ്ടാവുന്നത് ഏതിലായിരിക്കും? മെയിൽ കോണിലാണ്. സൈക്കസ് ആയാലും പൈനസ് ആയാലും മെയിൽ കോണിന്റെ കേസിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, മെഗാസ്പോസും മൈക്രോസ്പോസും ഒക്കെ ഉണ്ട് അല്ലെ. അതില് ഈ മൈക്രോസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻസും മെയിൽ കോണും വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ മെഗാസ്പോറും മൈക്രോസ്പോറും, അത് ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജിന്റെ ഫസ്റ്റ് സെൽസ് ആണ് അവര്. ഓക്കെ, അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി അവർക്ക് ഉണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത എന്താണ്? ദ കോസേറ്റീവ് ഓർഗാനിസം ഓഫ് റെഡ് ബ്രെസ്റ്റ് ഓഫ് ടീസ് ഏതായിരിക്കും? പക്സീനി ആണോ? സെഫാലിയോറസ് ആണോ? സർഗാസം ആണോ? ഉളോത്രിക്സ് ആണോ? ഏതാണ് വരുന്നത്?
സെഫാലിയോഡോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരൂലേ, എന്താ ഈ പക്സീനിയ അല്ലാത്തത്? നമ്മൾ ഒരിക്കലും ഇത് ഡിസ്കസ് ചെയ്തതാണ്. പക്സീനിയ അല്ലാത്തത് എന്താണെന്നുള്ളത് നമുക്ക് സംശയം വരും അല്ലെ. പക്സീനിയന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം പക്സീനിയ എന്ന് പറയുന്നത് റസ്റ്റ് എന്നൊക്കെ വിളിക്കും. റസ്റ്റും സ്മട്സും ഒക്കെ വരുന്നതാണ് ബെസിഡിയോ മൈക്കോട്ട എന്ന് പറയുന്ന ഫംഗൽ ഗ്രൂപ്പ്. അതിലാണ് നമ്മുടെ പക്സീനിയ വരുന്നത് അല്ലെ. ബെസിഡിയോ മൈക്കോട്ടയിൽ വരുന്നതാണ് പക്സീനിയ. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ റെഡ് റസ്റ്റ് ഓഫ് ടീ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് ഫംഗസ് അല്ല, അത് ആൽഗയാണ്, ഗ്രീൻ ആൽഗയാണ്, ക്ലോറോഫൈസിയിൽ പെടുന്നതാണ്. ആരാണ്? സെഫാലിറോസ് പാരസൈറ്റിക്കസ് ആണ്. ആരാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നതാണ്? സെഫാലിറോസ് പാരസൈറ്റിക്കസ് എന്ന് പറയുന്ന ആൽഗയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിന് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഒന്നുകിൽ അത് ബേൺ ചെയ്ത് കളയാ ചെയ്യുന്നത്, ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെ ബേൺ ചെയ്ത് കളയും. അല്ലെങ്കിൽ നമുക്ക് വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് കോപ്പർ സ്പ്രേസ് യൂസ് ചെയ്യാം. ഓക്കെ, കോപ്പർ സ്പ്രേസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൾഫർ പൗഡേഴ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രാധാന്യമുണ്ട്, കാരണം ഇത് പാത്തോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ മൈക്കോളജിയുമായിട്ടും ഫൈക്കോളജിയുമായിട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാമായിട്ട് ഒരു ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കുറച്ചും കൂടി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ പാഡി ഫീൽഡ്സ് ദ ഫെർട്ടിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദ അഡീഷൻ ഓഫ്, എന്ത് ചേർത്തിട്ടാണ് ഫെർട്ടിലിറ്റി കൂട്ടുന്നത്? ഏതാണ് ഓപ്ഷൻ സി, അസോള അല്ലെ. നമുക്ക് നോക്കാം ഈ അസോള എന്താണ്. അസോള നമ്മൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ എക്സ്പെരിമെന്റൽ ആയിട്ടൊക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യാം, ഫോട്ടോസിന്തസിസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് മോസ്കിറ്റോ ഫേൺ എന്നാണ്. മോസ്കിറ്റോ ഫോൺ അല്ലെങ്കിൽ ഫെയറി മോസ് എന്നൊക്കെ വിളിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഇത് മോസ്കിറ്റോനെ ഇല്ലയോ? ഇല്ല. മോസ്കിറ്റോന് വളരാനുള്ള എല്ലാ സാഹചര്യവും കൊടുക്കുന്ന ഒരാളാണിത്. ഈ മോസ്കിറ്റോസ് എന്ത് ചെയ്യില്ലേ, ഇതിന്റെ മുകളിൽ ഇതിനെ പെനട്രേറ്റ് ചെയ്തിട്ട് അതിലാണ് ഇവരെ എഗ് ലേ ചെയ്യുന്നത്. മോസ്കിറ്റോസ് ഭയങ്കര സ്യൂട്ടബിൾ ആണ്, അവരുടെ കുറച്ച് നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. അവർക്ക് ഗ്രോ ചെയ്യാൻ, അവരുടെ എഗ് ലേ ചെയ്യാനും ഓക്കെ, അതിനൊക്കെയുള്ള. അപ്പൊ അതുകൊണ്ട് ഇതിനെ മോസ്കിറ്റോ ഫേൺ എന്നുള്ള രീതിയിൽ വിളിക്കാം. അതുപോലെ ഇത് ഉൾപ്പെടുന്ന ഓർഡർ ഏതാണ്? ഓർഡർ സാൽവീനിയൽസിലാണ് ഇത് ഉൾപ്പെടുന്നത്. ആൻഡ് ദിസ് ഷോസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് വാട്ട്? അനബിന. ആരാണ് ഈ അനബിന? ഒരു സയനോബാക്ടീരിയം ആണ്. ഓക്കെ, സയനോബാക്ടീരിയം ആയിട്ടുള്ള അനബിനുമായിട്ട് ഒരു സിംബിയോസിസ് കാണിക്കും. നമുക്കറിയാം സയനോബാക്ടീരിയ നൈട്രോജൻ ഫിക്സിംഗ് ആണ് അല്ലെ. ഇവർക്ക് ഫോട്ടോസിന്തസിസും ചെയ്യാൻ പറ്റും. സോ ദേ വിൽ ഷെയർ വാട്ട്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആ ന്യൂട്രിയൻസ്, അവർ പ്രൊഡ്യൂസ് ചെയ്ത ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അവർ ഫിക്സ് ചെയ്ത നൈട്രജനെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു റിലേഷൻ ഇവരുണ്ട്. ആൻഡ് ദീസ് ആർ കോമൺലി യൂസ്ഡ് ആസ് വാട്ട്? ബയോ ഫെർട്ടിലൈസേഴ്സ്, ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ നൈട്രജൻ ആസ് വെൽ. എന്തുകൊണ്ടാണ്? ആസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് വാട്ട്? അനബിന. അതുമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പൊ അവർക്ക് നൈട്രജൻ, അതായത് അമിനോ ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആണ്, ബയോ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പാഡി ഫീൽഡിൽ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അസോളയെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത്, ദ റിസർവ് ഫുഡ് ഓഫ് ഫംഗൈ ഈസ്. ഒരു ഫംഗസിന്റെ റിസർവ് ഫുഡ് ഏതാണ്? നിങ്ങൾക്ക് അസംഷൻ വരുന്നത് സ്റ്റാർച്ചും ഗ്ലൈക്കോജൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഫംഗസിന്റെ റിസർവ് ഫുഡ് ഗ്ലൈക്കോജൻ ആണ്. ഏതാണ്? ഗ്ലൈക്കോജൻ. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഫംഗസിന്റെ കേസിൽ നിങ്ങൾ കൈറ്റിൻ പഠിച്ചിട്ടുണ്ടോ? ചിലർക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണത്. കൈറ്റിൻ എന്ന് പറയുന്നത് സെൽവോളിന്റെ കമ്പോസിഷൻ ആണ്. നമ്മളിവിടെ പറയുന്നത് അത് സ്റ്റോക്ക് ചെയ്ത് വെച്ച ഫുഡിനെ കുറിച്ചിട്ടാണ്. അത് ഗ്ലൈക്കോജൻ. ആ സെൽവോളിന്റെ കോമ്പണന്റ് ആയിട്ട് വരുന്നത് കൈറ്റിൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ അല്ലെ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിസർവ് ഫുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ റിസർവ് ഫുഡ് ആയിട്ട് വരുന്നത്, ഇപ്പൊ ഫംഗസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോജൻ ആണെന്നുള്ളത്. നമുക്ക് ആൽഗയുടെ പല ടൈപ്പുള്ള ആൽഗ ഉണ്ട്. അവരുടെ റിസർവ് ഫുഡ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഒന്ന് ക്ലോറോഫൈറ്റ്. നമ്മൾ പറഞ്ഞ സ്റ്റാർച്ച് ആരുടേതാണ്? ക്ലോറോഫൈറ്റ്സിന്റെ കേസിലാണ്. വോൾവോക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ക്ലോറല്ല, അതൊക്കെ എന്താണ്? ക്ലോറോഫൈറ്റിൽ വരുന്നതാണ്. അവരുടെ കേസിൽ അവരുടെ റിസർവ് ഫുഡ് എന്താണ്? സ്റ്റാർച്ച്. ഇനി അതേപോലെ അടുത്തതാണ് നമ്മുടെ ഫെയോഫൈറ്റ എന്ന് പറയുന്നത്. ഒന്ന് ക്ലോറോഫൈറ്റ, അടുത്ത ഫെയോഫൈറ്റ. ഫെയോഫൈറ്റ എന്ന് വെച്ചാൽ എന്താണ്? ബ്രൗൺ ആൽഗയാണ്. കുറച്ചും കൂടി ബിഗ് ആയിട്ടുള്ള സംഭവം വരുന്നത് അല്ലെ. കുറച്ചും കൂടി വലിയ ടൈപ്പുള്ള ബ്രൗൺ ആൽഗയൊക്കെ വരുന്നത് ഇതിലാണ്, ഈ കാറ്റഗറിയിലാണ് ആൽഗയിന് വലിയ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അതില് ഫെയോഫൈറ്റിന്റെ കേസിൽ ലാമിനാറിൻ ആണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ലാമിനോറിൻ മാത്രമല്ല മാനിറ്റോളും വെക്കും കേട്ടോ. ഏതൊക്കെയാണ്? ലാമിനാറിനും
അതുപോലെ മാനിറ്റോളാണ് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. അതേസമയത്ത് റോഡോഫൈറ്റിന്റെ കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഏതാണ്? റോഡോഫൈറ്റിന്റെ കേസിൽ, റെഡ് ആൽഗിന്റെ കേസിൽ വരുന്നതാണ് ഇത്. ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിസർവ് ഫുഡാണ് ഇത്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അടുത്ത ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സൈനോഫൈറ്റിന്റെ കേസിൽ സൈനോഫൈസിൻ ആണ് അല്ലെ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എളുപ്പത്തിൽ. രണ്ടും സൈനോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡെസിലേറിയോഫൈറ്റിന്റെ കേസിൽ ഏതാ വരുന്നത്? ഏതാണ്? ഓയിൽ ആൻഡ് ഫാറ്റ് ഉണ്ട്, ല്യൂക്കോസിൻ ഉണ്ട്. ഏതൊക്കെയാണ്? ല്യൂക്കോസിനും ഓയിൽ ആൻഡ് ഫാറ്റും ആണ് വരുന്നത്. ഇത് തന്നെയാണ് ക്രൈസോഫൈറ്റ്സിന്റെ കേസിലും വരുന്നത്. ഏതിന്റെ കേസിലും വരുന്നത്? ക്രൈസോഫൈറ്റ്സ്. ക്ലിയർ അല്ലേ? ഇതാണ് റിസർവ് ഫുഡിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത്, ഫ്രൂട്ട് റോട്ട് ഓഫ് കാർഡമം ഈസ് കോസ്ഡ് ബൈ. ആരാണ് ഫ്രൂട്ട് റോട്ട് ഉണ്ടാക്കുന്നത്? ആരാണ്? ഫൈറ്റോഫ്തോറ പാമിവോറ അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, ഇതൊക്കെ എന്താണ് അല്ലെ? ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആണ് സാന്തോമോണാസ് സ്പീഷീസ് എന്ന് പറയുന്നത്. സാന്തോമോണാസ് സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബാക്ടീരിയ. ഓക്കെ, സാധാരണ രീതിയിൽ സാന്തോമോണാസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്? ബ്ലാക്ക് റോട്ട് ഓഫ് ബ്രാസിക്കാസ് ആൻഡ് ദെൻ ബ്ലൈറ്റ് ഓഫ് പാഡി, സിട്രസ് കാങ്കർ, ഈ ഡിസീസസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ബ്രാസിക്ക നിങ്ങൾക്ക് അറിയാലോ, കടുക് അല്ലെ. കടുകിന്റെ മുകളിൽ എന്താണ്? അതിങ്ങനെ ചീഞ്ഞു പോകുന്ന, റോട്ടായി പോകുന്ന, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരു ആ ഒരു ഇത്. അതുപോലെ തന്നെ അതിന് സിമിലർ ആയിട്ട് വരുന്നതിനാണ് ബ്ലൈറ്റ് ഓഫ് പാഡി. പാഡി, നെല്ലിന്റെ ഇലയില്ലേ, ആ ഇലയിൽ ഇങ്ങനെ ചെറിയ ബ്രൗൺ കളറിൽ സ്പോട്ടൊക്കെ വന്ന് അത് ഉണങ്ങി. ഓക്കെ, അങ്ങനെയുള്ളതാണ് ബ്ലൈറ്റ് എന്ന് പറയുന്നത്. സിട്രസ് കാങ്കറും നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ സിട്രസ് പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ്? ചെറിയ ബൾജിങ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് സിട്രസ് കാങ്കർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ ആണ്? സാന്തോമോണാസ് ആണ്. ഓക്കെ, സാന്തോമോണാസ് സ്പീഷീസിൽ വരുന്ന ബാക്ടീരിയകൾ. അടുത്തതാണ് പക്സീനിയ ഗ്രാമിനിസ് എന്ന് പറയുന്നത്. പക്സീനിയ ഗ്രാമിനിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫംഗസ് ആൻഡ് ദിസ് ഫംഗസ് കോസസ് വാട്ട്? ബ്ലാക്ക് റസ്റ്റ് ഓർ സ്റ്റം റസ്റ്റ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നതാണ് പക്സീനിയ എന്ന് പറയുന്നത്. പക്സീനിയ ഗ്രാമിസ് ഉണ്ടാക്കുന്നത് എന്താണ്? സ്റ്റം റസ്റ്റ് ഓർ ബ്ലാക്ക് റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് ഇത്. ഓക്കെ, ഇനി അതുപോലെ അടുത്തതാണ് നമ്മൾ പറഞ്ഞ കോളിറ്റോട്രിക്കം ഫാക്കൽറ്റേറ്റം എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ എ ഫംഗസ് ആൻഡ് വിച്ച് ഇസ് കോസിങ് വാട്ട്? ആന്ത്രാക്നോസ് ആണ്. ഓക്കെ, ഈ ഒരു കോളിറ്റോട്രിക്കം പറയുന്നത് ആന്ത്രാക്നോസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് തന്നെയായാലും കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു വാട്ടം തന്നെയാണ്. ഓക്കെ, ആ ഒരു എന്താ പറയാ, മൊത്തത്തിൽ ഇങ്ങനെ വാടിപ്പോവുക, ബ്രൗൺ ഷെയ്ഡ് വരിക, അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ്. അതിന്റെ ആ ഒരു ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോവുക, അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഈ ഡിസീസസ് കുറച്ച് നമ്മളൊന്ന് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? റോക്യൂയിങ് ആസ് എ പ്രോസസ് ഓഫ് വാട്ട്? ഇത് നമ്മൾ സാധാരണ ഫാമിംഗ് അല്ലെ, അഗ്രികൾച്ചറിൽ നമ്മൾ കുറെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു ടെക്നിക്കാണ് ഈ റോക്യൂയിങ് എന്ന് പറയുന്നത്. ഇതിൽ ഏതായിരിക്കും? ഏതാണ്? That is option A, destructing the infected plants from the field at an early stage. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതിന് ഇതുപോലെ എന്തെങ്കിലും ടേംസ് ഉണ്ടോ നോക്കണ്ടേ? നോക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞത് റോക്യൂയിങ് ആണ്. റോക്യൂയിങ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് റോക്യൂയിങ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഫിസിക്കലി റിമൂവിങ് അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ടാത്തത് ഫീൽഡിൽ ആ ക്രോപ്പിന്റെ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഈ റോക്യൂയിങ് എന്ന് പറയുന്ന ആ ടേം തന്നെയാണ്, അതിന്റെ വേറൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഏതും പറയുന്നത്? വീഡിങ്ങും പറയുന്നത്. റോക്യൂയിങ് പോലെ തന്നെയാണ് വീഡിങ്ങും. ഓക്കെ, നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കളകളെ നശിപ്പിച്ച് കളയാം, അത് തന്നെയാണ് ഈ റോക്യൂയിങ് വീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് ക്രോപ്പ് സ്പ്രേയിങ് ഓർ പെസ്റ്റിസൈഡ് സ്പ്രേയിങ് എന്ന് പറയുന്നത്. എന്താണ്? ക്രോപ്പ് സ്പ്രേയിങ് ഓർ പെസ്റ്റിസൈഡ് സ്പ്രേയിങ്. ഇനി അതിന് ഒരു പർട്ടിക്കുലർ ടേം നമുക്കുണ്ട്. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് അത് സ്പ്രേ ചെയ്യാണ്, എയറിൽ നിന്നിട്ട് അതിങ്ങനെ താഴേക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടേം ഉണ്ട്, അതാണ് ക്രോപ്പ് ഡസ്റ്റിംഗ്. ഏതാണ് ആ ടേം? ഏതാണ് ആ ടേം? ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണിത്, ക്രോപ്പ് ഡസ്റ്റിംഗ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അഗ്രികൾച്ചറൽ ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അടുത്തത് വില്യാംസോണിയ സവാഡിയാന belongs to the order. Which order is this? Cycadophylicales, Bennettitale, Tietales, Anterodospermals and Cycad. ഏതിലാണ്?
ബെനറ്റിറ്റിയൽസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്, ഓക്കെ, ബെനറ്റിയൽസ് ഉള്ള ഒരു ഫ്ലാറ്റിന്റെ കേസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതായത് എന്താ പറയാ, ജിംനോസ്പേംസിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇപ്പൊ സാധാരണ നമുക്കറിയാം 3 ക്ലാസ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? സൈക്കാഡോപ്സിഡ, കോണിഫെറോപ്സിഡ, അന്നീറ്റോപ്സിഡ ആണ്. അതിൽ സൈക്കാഡോപ്സിഡയിൽ വരുന്ന ഒരു ഓർഡർ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്? ബെനറ്റിറ്റിയൽസ് എന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഡറിന്റെ പ്രത്യേകത, ഈ ഓർഡറിലാണ് 2 ഫാമിലീസ് ഇരിക്കുന്നത്. ഒന്ന് ഈ സൈക്കസിനെ പോലെയുള്ള പ്ലാന്റ്സ്, അതും എക്സ്റ്റിങ്ക്റ്റ് പ്ലാന്റ്സ് ആണ്, ഇപ്പൊ നിലവിലുള്ള പ്ലാന്റ്സ് അല്ല. സൈക്കസിനെ പോലെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, സൈക്കസ് എക്സ്റ്റിങ്ക്റ്റ് അല്ല, പക്ഷെ സൈക്കസിനെ പോലെ കാണാൻ മോർഫോളജിക്കലി ആ ഒരു സിമിലാരിറ്റി കാണിക്കുന്ന സൈക്കാഡിയോഡേസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. ഏതാണ്? സൈക്കാഡിയോഡേസിയെ. സൈക്കാഡിയോഡേസിയ ഫാമിലിയും വില്യാംസോണിയേസിയ ഫാമിലിയും ഉൾപ്പെടുന്ന ഓർഡർ ആണ് നമ്മുടെ ബെനറ്റിറ്റിയൽസ് എന്ന് പറയുന്ന ഓർഡർ. ഏത് ഓർഡറാണ്? ബെനറ്റിറ്റിയൽസ് എന്ന് പറയുന്ന ഓർഡറിലാണ് ഏതൊക്കെ ഉൾപ്പെടുന്നത്? സൈക്കാഡിയോഡേസിയെയും അതുപോലെ വില്യാംസോണിയേസിയും. ഇതിലെ സൈക്കാഡിയോഡേസിയിലാണ് നമ്മളെ സൈക്കസിന് സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത്. അവരിപ്പോ ഇല്ല, അവര് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ബെനറ്റിറ്റിയൽസും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്താണ്? എക്സ്റ്റിങ്ക്റ്റ് ഓർഡർ ആണ് ഇത് പറയുന്നത്. അതിന് വേറെ പേരുണ്ട്, സൈക്കാഡിയോഡ്സ് എന്നുള്ള രീതിയിലുള്ള മറ്റൊരു പേരും കൂടി ഈ ബെനറ്റിറ്റിയൽസിന് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ HSST ബോട്ടണി സിലബസിൽ വരുന്നൊരു സംഭവമല്ല അത്. അല്ല, നമുക്ക് ജിംനോസ്പേംസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ HST ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുന്നത് അല്ലെ? അതിൽ സ്പേണിന്റെ ക്ലാസിഫിക്കേഷൻ, ടിപ്പോന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇല്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ, ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ സ്പോ മദർ സെൽസ് ഇൻ ബ്രയോഫൈറ്റ്സ് ഈസ്. എന്താണ് സ്പോ മദർ സെല്ല്? ഹാപ്ലോയിഡ് ആണോ? ഡിപ്ലോയിഡ് ആണോ? ഏതാണ്? ഡിപ്ലോയിഡ് ആണ്. അത് നമുക്കറിയാം അല്ലെ. ഈ സ്പോ മദർ സെൽസിന് മെയോസിസ് നടന്നിട്ടാണ്, ഊനഭംഗം നടന്നിട്ടാണ് സ്പോസ് ഉണ്ടാവുന്നത്. അത് ഹാപ്ലോയിഡ് ആണ്. അത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതാണ്, ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് ആർ സീൻ ഇൻ വേർ? ഇൻ വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് കാണുന്നത് ഏതിലൊക്കെയാണ്? ഏതിലൊക്കെ ആയിരിക്കും? ഏതിലാണ്? ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഏതാണ്? ലപ്പോട്ടിയ. ലപ്പോട്ടിയ സ്പീഷീസും ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ലപ്പോട്ടിയ സ്പീഷീസും അതുപോലെ ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടില്ലേ ഏതാണ്? ട്രാജിയ ഇൻവല്യൂക്രേറ്റ. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. നമ്മള് ചൊറിയണം, തൂവ എന്നൊക്കെ പറയുന്നില്ലേ? കാണിച്ചു തരാം. ഇതാ ഈ ഫസ്റ്റ് വൺ കാണിച്ചിട്ടില്ലേ? ഈ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ലപ്പോട്ടിയ എന്ന് പറയുന്നത്. സാധാരണ തൂവ. ഓക്കെ, അല്ല, ഒരു പ്രത്യേകതയുണ്ട്. ആനക്കൊടി തൂവ എന്നൊക്കെ പറയും. ആനക്കൊടി തൂവ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇത്. അതേ സമയത്ത് ഇതാ ഈ ലാസ്റ്റ് വൺ കൊടുത്തിട്ടില്ലേ? തേർഡ് വൺ കാണുന്നില്ലേ? ഈ തേർഡ് വൺ ആണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഇന്ത്യൻ ആയിട്ട് വരുന്ന സ്പീഷീസ്. ഈ കൊടിത്തൂവയുടെ തന്നെ ഇന്ത്യൻ സ്പീഷീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നമ്മൾ ട്രാജിയ ഇൻവല്യൂക്രേറ്റ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും തൂവകളാണ്. രണ്ടിന്റെ കേസിൽ നമുക്കറിയാം അതിന്റെ ആ ഒരു ഹെയർ ലൈക്ക് ഒരു ഔട്ട്ഗ്രോത്ത് ആണ് അല്ലെ? ഇതാണ് ട്രൈക്കോം. നമ്മൾ പറഞ്ഞ ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് ഇതാണ്. നമ്മൾ തൂവ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതിന്റെ മുകളിൽ ഇങ്ങനെ ഹെയർ പോലുള്ള ഒരു സംഭവം അല്ലെ? ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഒരു പർട്ടിക്കുലർ ചില കെമിക്കൽ കോമ്പൗണ്ട്സിനെ ഇവർ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ചൊറിയണം തൊടുമ്പോൾ ഇങ്ങനെ ചൊറിയുന്നില്ലേ? അതിന് കാരണം ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഇവരുണ്ടാക്കും. എന്നിട്ട് അതിനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതും ഈ ഹെയർ ലൈക്ക് ഔട്ട്ഗ്രോത്തിൽ തന്നെയാണ്. എന്നിട്ട് വേണ്ട സമയത്ത് അതിനെ അങ്ങ് സെക്രീറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഹെർബിവോസ്, ഇതിനെ കഴിക്കുന്ന കന്നുകാലികളെ അതിനെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ അതിൽ പെടുമ്പോൾ നമുക്കും അതിന്റെ എന്താ പറയാ ആ ഒരു പ്രശ്നം നമുക്കും ഫീൽ ആവുന്നു. അപ്പൊ ഇതില് കെമിക്കൽ കോമ്പൗണ്ട്സ്, ഏതൊക്കെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് അവർ സിന്തസൈസ് ചെയ്യുന്നത്? എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടാവും, ടെർപെയിൻസ് ഉണ്ടാവും, പിഗ്മെന്റ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതിൽ ഇനി ഒരാളെയും കൂടി പറയാനുണ്ട്. ഇതാ ഈ ബി എന്ന് പറയുന്ന അബിസിനിയ സ്പീഷ്യസ്. അബിസിനിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടൽ ചെടിയുടെ ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു സംഭവമാണ് ഇത്.
ആ ഒരു കുടുംബത്തിൽ, കണ്ടൽ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഈ അവിസെനിയ എന്ന് പറയുന്നത്. അവിസെനിയനെ നമ്മൾ ഉപ്പട്ടി എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉപ്പട്ടി എന്നൊക്കെ കേട്ടും. ഇവിടെ ഈ സോൾട്ട് ഗ്ലാൻസിന്റെ ഫോമിലാണ് ഈ ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് ഉള്ളത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, അവർ കൂടുതലായിട്ടും ആ ഒരു സലൈൻ നേച്ചറിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ കൂടുതലായിട്ട് സോൾട്ട് ഉണ്ടാവും അവരുടെ ബോഡിയിൽ. അത് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള സോൾട്ട് ഗ്ലാൻസ് ആയിട്ടാണ് ഇവിടെ ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് മണ്ണിലും അല്ലെ, ഫസ്റ്റ് മണ്ണ് ആണെന്നില്ലേ നമ്മുടെ ആനക്കൊടി തൂവ എന്ന് പറയുന്ന, അല്ലെ, ഫസ്റ്റ് മണ്ണ് ഏതാണ്? ലപ്പോർട്ടിയന്റെ കേസിൽ, അതിന്റെ കേസിൽ സ്റ്റിങ് ഹെയർസ് ഉണ്ട്. തേർഡ് വൺ ട്രാച്ചിയന്റെ കേസിലും സ്റ്റിങ് ഹെയർസ് ഉണ്ട്, അല്ലെ, നമ്മള് ചൊറിയണം എന്നൊക്കെ അറിയുന്നത്. അതേസമയത്ത് ഉപ്പട്ടി എന്ന് പറയുന്ന സാധനമാണ് സെക്കൻഡ് വൺ, അബിസിനിയ. ഓക്കെ, അതൊരു കണ്ടൽ ചെടിയുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതിന് മൂന്നിനും ട്രൈക്കോംസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.